കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ബിഗ് ബോസിന്റെ ചരിത്രം എന്താണെന്നും അത് നിർമ്മിച്ചത് ആരാണെന്നും എവിടെയാണ് ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തത് എന്നുമാണ്. ആ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം എടുത്തു പറഞ്ഞിരുന്നു. എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഒരു സൈക്കോ ഒളിഞ്ഞിരിപ്പുണ്ട്. സാധാരണയായിട്ടുള്ള ഒരു സൈക്കോനെ എക്സ്ട്രീം ലെവൽ സൈക്കോ ആക്കുന്ന ഒരു പ്രോഗ്രാമാണിതെന്നും പറഞ്ഞിരുന്നു. കാരണം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ പ്രോഗ്രാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ 4 എടുക്കുക. അതിലുള്ള രണ്ടുപേർ തമ്മിൽ എപ്പോഴും അടിയായിരുന്നു. ഡോക്ടർ റോബിനും പിന്നെ ജാസ്മിൻ എം മൂസയും. ഇതിൽ രണ്ടു കൂട്ടരെയും സപ്പോർട്ട് ചെയ്യുവാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആ ഷോ കാണുകയാണെന്നിരിക്കുക. അയാൾ മനസ്സിൽ വിചാരിക്കുന്നത് എന്തായിരിക്കും? ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ റോബിനിട്ട് രണ്ടെണ്ണം കൊടുത്തേനെ. അതുപോലെ റോബിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇതുതന്നെയാവും വിചാരിക്കുക. വാസ്തവത്തിൽ ഇവരെ ആരെങ്കിലും നമ്മൾ നേരിൽ കണ്ടിട്ടുണ്ടോ? അതൊരു റിയാലിറ്റി ഷോയാണ്. ആ ഷോയിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണത്. പക്ഷെ അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ആ 20 പേർ മാത്രമല്ല, നമ്മളും കൂടിയാണ്. അതാണ് ഈ ഷോയുടെ പ്രത്യേകതയും. അടുത്ത കാലത്തായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടതി വെച്ച് ഏറ്റവും വലിയ പരാജയമായിരുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രം എന്ന ആ വീഡിയോ. ഞാനത് പ്രതീക്ഷിച്ചതുമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോയുടെ ഒരു ആമുഖം മാത്രമായിരുന്നു അത്. ബിഗ് ബോസ് പോലെയുള്ളൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഒരാൾ മനോരോഗത്തിൻ്റെ വക്കിൽ വരെ എത്തി. അയാൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മുൻപിൽ അപമാനിതനായി. അയാളുടെ കഥയാണ് ഇന്ന് പറയുവാനായിട്ട് പോകുന്നത്. ഞാൻ ഈ പറയുന്ന ഷോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഷോയൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ഒക്കെ എത്രയോ ഭേദമാണ്. ഒരു മനുഷ്യനെ ഒരു ചെറിയ മുറിക്കുള്ളിൽ അടച്ചിടുന്നു. ഒരു മനുഷ്യനെ ജീവിക്കുവാനായിട്ട് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണ്? ഭക്ഷണം, വസ്ത്രം, വെള്ളം. എന്നാൽ ഇതൊന്നും അയാൾക്ക് നൽകപ്പെട്ടില്ല. നിനക്ക് ആഹാരമോ അല്ലെങ്കിൽ മറ്റടിസ്ഥാന സൗകര്യമോ വേണമെങ്കിൽ ഞങ്ങൾ നിനക്ക് കുറച്ച് ടാസ്ക് തരും. ആ ടാസ്കിൽ നീ വിജയിച്ചാൽ മാത്രമാണ് അതെല്ലാം നിനക്ക് കിട്ടൂ. അതായിരുന്നു ഈ ഷോയുടെ ഒരു ഫോർമാറ്റ്. അങ്ങനെ ഒരു മനുഷ്യനെ മാനസികമായിട്ട് തളർത്തി അയാളെ ഭ്രാന്തിൻ്റെ വക്കിലെത്തിച്ചൊരു ഷോയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത്. ഒരു മനുഷ്യനെ ചിത്രവധം ചെയ്യുന്ന ഈ ഷോ ഒരു പരാജയമായിരുന്നു അല്ല, അതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. ഒരു പക്ഷേ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ TRP നേടിയ ഷോ. എന്തുകൊണ്ടാണ് ഈ ഷോ ഹിറ്റായത്? ഇത് എവിടെയാണ് നടന്നത്? ആരായിരുന്നു ആ ഷോയിൽ പങ്കെടുത്ത ആ നിർഭാഗ്യവാൻ? അതെല്ലാം നമ്മൾ അറിയുവാൻ പോവുകയാണ്. പല രാജ്യങ്ങളിലും പലതരത്തിൽ ഇതുപോലെയുള്ള ധാരാളം റിയാലിറ്റി ഷോകളുണ്ട്. ചിലതൊക്കെ 10-30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും ജീവിതം വിജയമായിരുന്നു? ഒരിക്കലുമല്ല. പലരും മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർന്നു പോയിട്ടുണ്ട്. സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടും പോയിട്ടുണ്ട്. റിയാലിറ്റി ഷോകളുടെ രാജാവ് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജപ്പാൻ എന്നാണ്. കാരണം പല ജോണറിലുള്ള നിരവധി റിയാലിറ്റി ഷോകൾ എല്ലായ്പ്പോഴും ജപ്പാൻകാർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതെല്ലാം പൊതുജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു സുസുനു ഡെൻബ ഷോനൻ. ജപ്പാനിലെ പ്രമുഖമായ നിപ്പോൺ TV ആണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്തത്. ഈ നിപ്പോൺ TVയെക്കുറിച്ച് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. ബോബ് ലസാറിൻ്റെ കഥയിൽ, അനുനാക്കിയിൽ. അതേ TV തന്നെ. 1998 ആദ്യമായിട്ട് ഈ ഷോ ജനങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത്. ഈ ഷോയുടെ കോൺസെപ്റ്റ് ഇതാണ്. ഈ ഷോയിൽ പങ്കെടുക്കുന്ന ആൾക്ക് അവർ വലിയ ടഫായിട്ടുള്ള ടാസ്കുകൾ കൊടുക്കും. ആ ടാസ്കുകൾ ഇയാൾ എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളത് ഓരോ നിമിഷവും ഇവർ റെക്കോർഡ് ചെയ്യും. പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യും. ഒരു സുപ്രഭാതത്തിൽ നിപ്പോൺ TV ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്, ഞങ്ങൾ ഒരു റിയാലിറ്റി ഷോ തുടങ്ങുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിൽ കൊടുക്കുന്ന ടാസ്കുകളെ കുറിച്ചൊന്നും അവർ വെളിപ്പെടുത്തിയില്ല. ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം, അവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. വളർന്നു വരുന്ന കൊമേഡിയന്മാർ മാത്രമായിരിക്കണം അപേക്ഷകൾ അയക്കേണ്ടത്. നമുക്കറിയാം, ഇന്നും നമ്മുടെ നാട്ടിൽ എങ്ങനെയെങ്കിലും സിനിമയെ കയറി പറ്റണമെന്ന ആഗ്രഹവുമായിട്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ നിരവധി റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുന്നുമുണ്ട്. സ്റ്റാർ മാജിക്ക തുടങ്ങിയ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന പലരും പിന്നീട് സിനിമയിൽ എത്തപ്പെട്ടിട്ടുമുണ്ട്. ആ ആഗ്രഹവുമായിട്ട് അവരെ സമീപിക്കുന്ന നിരവധി ആൾക്കാരുമുണ്ട്, അവിടെ പ്രോഗ്രാം ചെയ്യുന്നവരുമുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ അന്നും ജപ്പാനിൽ ഉണ്ടായിരുന്നു. ബിഗ് ബോസിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചാൽ വളരെ പെട്ടെന്ന് ഫേമസ് ആകുവാനായിട്ട് പറ്റും. ജീവിതത്തിൽ വലിയ ഉയർച്ച കിട്ടും, ധാരാളം പണവും കിട്ടും. ഈ പ്രതീക്ഷയോടെയാണ് പലരും അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നമ്മൾ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് വരും, എല്ലാവരും ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ വളരെ വേഗം സിനിമയിൽ എത്തപ്പെടുവാനായിട്ട് സാധിക്കും. ഈ പ്രതീക്ഷയോടെ, ഈ മോഹത്തോടെ പലരും നിപ്പോൺ TVക്ക് ആപ്ലിക്കേഷൻ അയച്ചു.
അങ്ങനെ കിട്ടിയ നിരവധി കൊമേഡിയന്മാരുടെ ആപ്ലിക്കേഷനിൽ നിന്നും ആർക്കാണ് കഴിവുള്ളത്, ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആരായിരിക്കും ഈ ഷോയിൽ അതിജീവിക്കുക എന്ന കാര്യമൊന്നും പരിഗണിക്കാതെ നിപ്പോൺ ടി വി ഒരു കാര്യം ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് വന്ന ആളുകൾക്ക് മുൻപിലായിട്ട് വലിയൊരു പെട്ടി വെച്ചു. ആ പെട്ടികളുടെ ഉള്ളിൽ നിരവധി കാർഡുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കാർഡുണ്ട്, അതാണ് ലോട്ടറി കാർഡ്. ആ ലോട്ടറി കാർഡ് ആർക്ക് കിട്ടുന്നുവോ അയാളായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. ഈ കാർഡുകളെല്ലാം ഒരു ചെറിയ കവറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് വന്ന് കാർഡ് എടുക്കും, തുറന്നു നോക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം, ഈ പെട്ടിക്കുള്ളിൽ ധാരാളം കവറുകൾ ഉണ്ടെങ്കിലും അതിൽ ഒരു കവറിൽ മാത്രമാണ് ലോട്ടറി ടിക്കറ്റ് ഉള്ളൂ. അത് കിട്ടുന്ന ആൾക്ക് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കൂ. മത്സരാർത്ഥികൾ എല്ലാവരും കൈയിട്ട് ഓരോരോ കവറുകൾ എടുക്കുവാൻ തുടങ്ങി. എന്നാൽ ആ ലോട്ടറി ടിക്കറ്റ്, അതായത് ആ നറുക്ക് വീണത് ഫുക്കുഷിമ സിറ്റിയിൽ നിന്നും വന്ന ടൊമവാക്കി യമാത്സു എന്ന കൊമേഡിയൻ ആയിരുന്നു. തനിക്കാണ് ലോട്ടറി ടിക്കറ്റ് അടിച്ചത് എന്നറിഞ്ഞതും അയാൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷെ ആ നിമിഷം അയാൾക്കറിയില്ലായിരുന്നു അത് ആ മനുഷ്യന്റെ അവസാനത്തെ സന്തോഷമായിരിക്കുമെന്ന്. ഇനി താൻ അനുഭവിക്കുവാനായിട്ട് പോകുന്ന കൊടിയ യാതനകളെക്കുറിച്ച് അയാൾക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് യോഗ്യത നേടിയ ടൊമാവാക്കിയെ നിപ്പോൺ ടി വി അധികൃതർ കണ്ണും മൂടിക്കെട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അതൊരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു. ആ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അയാളെ എത്തിച്ച ശേഷം അയാളോട് കണ്ണിലെ കെട്ടുകൾ അഴിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം അവർ ആവശ്യപ്പെട്ടത് ഇതാണ്: അയാളോട് വസ്ത്രങ്ങൾ മുഴുവനും അഴിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു, പരിപൂർണ നഗ്നനാകുവാൻ. അങ്ങനെ നഗ്നനായിട്ട് നിന്നതിന് ശേഷം മാത്രമാണ് ഈ ഷോയുടെ റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് അയാളോട് അവർ പറഞ്ഞത്. ഈ ഷോയുടെ നിയമങ്ങൾ ഇതായിരുന്നു: 24 മണിക്കൂർ നേരവും അയാൾ പൂർണ്ണ നഗ്നനായിരിക്കണം. ഈ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ നിനക്ക് ജീവിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. ആഹാരം ഉണ്ടായിരിക്കില്ല, വസ്ത്രം ഉണ്ടായിരിക്കില്ല, കിടക്കുവാനായിട്ടൊരു കിടക്ക പോലും ഉണ്ടായിരിക്കില്ല. എന്തിനേറെ പറയണം, പല്ല് തേക്കുവാനായിട്ട് ഒരു പേസ്റ്റോ ബ്രഷോ പോലും ഉണ്ടായിരിക്കില്ല. ഇതെല്ലാം നിനക്ക് കിട്ടും, പക്ഷെ നീ ഇത് നേടിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിനക്ക് കുറച്ച് ടാസ്ക് തരും. ആ ടാസ്കിൽ നീ വിജയിക്കണം. ആ ടാസ്കിൻ്റെ പേരാണ് ലോട്ടറി. ധാരാളം മാഗസിൻസും ബുക്സും ആ മുറിയുടെ ഉള്ളിലായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോയുടെ പ്രൊഡ്യൂസർമാർ. ഓരോ മാഗസിനിലും ഓരോ കോഡ് വാക്കുകൾ ഉണ്ടായിരിക്കും. ആ കോഡ് വാക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അത് രേഖപ്പെടുത്തി കതകിൻ്റെ അടിയിലൂടെ നീ പുറത്തേക്ക് ഞങ്ങൾക്ക് അയച്ചു വരണം. ആ മാഗസിനിൽ നീ കണ്ടെത്തിയ ആ കോഡ് വാക്കിന് ഒരു ലോട്ടറി ഉണ്ടായിരിക്കും. ആ ലോട്ടറിക്ക് ഒരു പ്രൈസും ഉണ്ടായിരിക്കും. ആ പ്രൈസ് എന്താണോ അത് അപ്പോൾ നിനക്ക് ഞങ്ങൾ തരും. ഇതായിരുന്നു അയാൾക്ക് കൊടുത്ത ടാസ്ക്. അങ്ങനെ ലോട്ടറി മൂലം നിനക്ക് കിട്ടുന്ന സമ്മാനം അത് എന്തുമാവാം. എന്നാൽ അങ്ങനെ കിട്ടുന്ന ആ സമ്മാനം ഉപയോഗിച്ച് വേണം നീ ഇവിടെ ജീവിക്കുവാൻ. അങ്ങനെ നിങ്ങൾക്ക് വീടുന്ന ആ ലോട്ടറിയിൽ നിങ്ങളുടെ ആഹാരം, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കൾക്കും പുറമെ ധാരാളം വിലമതിപ്പുള്ള സമ്മാനങ്ങളും ഉണ്ടായിരിക്കും. അങ്ങനെ കിട്ടുന്ന വിലമതിപ്പുള്ള വസ്തുക്കളെല്ലാം ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1,000,000 ജപ്പാൻ യെൻ മൂല്യം വരുന്ന വസ്തുക്കൾ കിട്ടും. 1,000,000 ജപ്പാൻ യെൻ മൂല്യം വരുന്ന വസ്തുക്കൾ നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കും. അതായത് അയാൾക്ക് ഓരോ ദിവസവും ജീവിക്കേണ്ട അടിസ്ഥാന സാധനങ്ങൾ പോലും കിട്ടണമെങ്കിൽ അത് അയാളുടെ ഭാഗ്യമാണ് തീരുമാനിക്കുന്നത്. ഈ മത്സരത്തിലുള്ള അയാളുടെ വിജയം പോലും അയാളുടെ ഭാഗ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതായിരുന്നു ഈ ഷോയുടെ കോൺസെപ്റ്റ്. എന്തായാലും മിസ്റ്റർ യമാത്സു പിന്മാറുവാനായിട്ട് തയ്യാറായില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 1,000,000 യെൻ സമ്പാദിക്കണമെന്ന് നിശ്ചയിച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഷോയിൽ നിന്നും പുറത്തേക്ക് വരാമെന്ന് ആ ഷോയുടെ പ്രൊഡ്യൂസർമാർ അയാളോട് പറഞ്ഞു. എന്നാൽ യമാത്സു അതിന് തയ്യാറായിരുന്നില്ല. എങ്ങനെയെങ്കിലും മത്സരിച്ച് ഈ ഷോയിൽ വിജയിച്ച് പുറത്തു വരുവാനാണ് അയാൾ തീരുമാനിച്ചത്. എങ്കിൽ മാത്രമാണ് തനിക്കൊരു നല്ല കാലം ഉണ്ടാകൂ എന്ന് അയാൾ വിശ്വസിച്ചു. തൻ്റെ മുറിയിലായിട്ട് കൂന പോലെ കൂട്ടിയിട്ടിരിക്കുന്ന ബുക്സും മാഗസിനും എല്ലാം പരിശോധിച്ച് അതിലെ കോഡ് വാക്കുകൾ തെരഞ്ഞ് അയാൾ ദിവസങ്ങൾ തള്ളി നീക്കുവാനായിട്ട് തുടങ്ങി. യമാത്സുവിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരു ക്യാമറ ഉപയോഗിച്ച് പ്രൊഡ്യൂസർമാർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. തൻ്റെ മുൻപിലായിട്ടൊരു ക്യാമറ ഉണ്ടെന്നും ആ ക്യാമറ വഴി തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നും യമാത്സുവിനും അറിയാം. പക്ഷെ അയാൾ വിചാരിച്ചത് മറ്റൊന്നായിരുന്നു. അവിടെയാണ് ട്വിസ്റ്റ്. ഈ റെക്കോർഡുകളെല്ലാം ഓൺ എയർ പോകുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. താൻ ഈ മത്സരത്തിൽ വിജയിച്ച് പുറത്തു വന്നതിന് ശേഷം ഷോയുടെ പ്രൊഡ്യൂസർമാർ ഈ റെക്കോർഡുകളെല്ലാം എഡിറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും പുറത്തേക്ക് വിടുക. ഇതായിരുന്നു യമാത്സു വിചാരിച്ചത്. എന്നാൽ യമാത്സു വിചാരിച്ചതായിരുന്നില്ല സംഭവിച്ചത്. ആ ഷോയുടെ പ്രൊഡ്യൂസർമാർ ചെയ്തത് ഇതാണ്: എല്ലാ ദിവസത്തെയും അയാളുടെ ദിനചര്യകൾ അവർ റെക്കോർഡ് ചെയ്യും. പിന്നെ അത് എഡിറ്റ് ചെയ്തിട്ട് എല്ലാ ഞായറാഴ്ചയും ജനങ്ങൾക്ക് മുൻപിൽ എത്തിച്ചു. ടെലികാസ്റ്റ് ചെയ്ത 1-ാം ദിവസം മുതൽ ഈ പ്രോഗ്രാം ജപ്പാനിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് മാറി. വെറും ഭാഗ്യം കൊണ്ട് മാത്രം ഇവനെ എങ്ങനെ ജീവിക്കുവാനായിട്ട് സാധിക്കും, ഇവന് ജയിക്കുവാനായിട്ട് സാധിക്കുമോ? ആ വിചാരത്തോടെ ജനങ്ങളെല്ലാം ഈ പ്രോഗ്രാം ആകാംക്ഷയോടെ കാണുകയാണ്. നിപ്പോൺ ടി വിയുടെ TRP റേറ്റിംഗ് കുത്തനെ ഉയർന്നു. ഒരു വശത്ത് ടെലിവിഷന്റെ TRP റേറ്റിംഗ് കുത്തനെ ഉയരുമ്പോഴും മറുവശത്ത് യമാത്സുവിൻ്റെ മനോനില
സ്റ്റേബിൾ നിലയിൽ നിന്നും താഴേക്ക് പോവുകയായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഇയാൾക്ക് കൊടുത്തിരുന്നത് കുടിക്കുവാനായിട്ട് വെള്ളം മാത്രമായിരുന്നു. കഴിക്കുവാനായിട്ട് ആഹാരം ഒന്നും കൊടുത്തിരുന്നില്ല. കഴിക്കുവാനായിട്ട് ഒന്നുമില്ലാതെ വെറും വെള്ളം കുടിച്ച് ജീവിച്ചതുകൊണ്ട് മാത്രം അയാളുടെ ആരോഗ്യനില വഷളാകുവാൻ തുടങ്ങി. ഹമാറ്റ്സുവിന്റെ ശരീരം മെലിയുവാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം ലോട്ടറി മൂലം അയാൾക്ക് ഒരു ചാക്ക് അരി കിട്ടുകയാണ്. എന്നാൽ ആ അരി എടുത്ത് വേവിക്കുവാനുള്ള പാത്രമോ സ്റ്റൗവോ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. വെറും അരി വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുവാൻ? ഗത്യന്തരമില്ലാതെ വെറും അരി പച്ചയ്ക്ക് വാരി കഴിക്കേണ്ട ഗതികേടാണ് അയാൾക്കുണ്ടായത്. അതിനുശേഷം ഒരു ചെറിയ അടുപ്പും ഒരു ചെറിയ പാത്രവും അയാൾക്ക് സമ്മാനമായിട്ട് കിട്ടി. പിന്നെ ആ ചെറിയ പാത്രത്തിൽ കുറച്ച് അരിയിട്ട് അത് വേവിച്ച് അത് കഴിച്ച് അയാൾ ജീവിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈ ചെറിയ അടുപ്പും ഈ ചെറിയ പാത്രവും കിട്ടുന്നതിന് മുൻപായിട്ട് ഹമാറ്റ്സുവിന് കിട്ടിയ സമ്മാനം എന്താണെന്നറിയാമോ? പട്ടികൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. പിന്നെ ആ സ്റ്റൗവും പാത്രവും കിട്ടും വരെ ആ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടാണ് അയാൾ ജീവിച്ചത്. രാത്രി കാലങ്ങളിൽ തണുപ്പ് സഹിക്കുവാൻ കഴിയാതെ യമാറ്റ്സു വിറയ്ക്കുവാൻ തുടങ്ങി. തൻ്റെ തണുപ്പൊന്നും മാറ്റുവാനായിട്ട് ഒരു ബെഡ്ഷീറ്റ് കിട്ടുവാനായിട്ട് അയാൾ കൊതിച്ചു. അങ്ങനെ കൊതിച്ച് അയാൾക്ക് കിട്ടിയ സമ്മാനം എന്താണെന്നറിയാമോ? സ്ത്രീകൾ ധരിക്കുന്ന അരിവസ്ത്രങ്ങൾ. അതും അയാൾക്ക് പാകമല്ലാത്തത്. ആ ചെറിയ വസ്ത്രങ്ങൾ കൊണ്ട് എന്തായാലും അയാൾക്ക് തണുപ്പ് മാറ്റുവാനായിട്ട് കഴിയില്ല. വളരെ വിഷമത്തോടെ ആ വസ്ത്രങ്ങളെയും നോക്കിക്കൊണ്ട് അയാൾ ദിവസങ്ങൾ തള്ളി നീക്കുവാൻ തുടങ്ങി. അതേ സമയത്ത് യമാറ്റ്സു അതിജീവിക്കുവാനായിട്ട് പെടാപ്പാട് വരുന്നത് ടി വിയിൽ കണ്ടുകൊണ്ട് ജപ്പാനിലുള്ള 1.5 കോടി ജനങ്ങൾ കൈകൊട്ടി രസിക്കുകയായിരുന്നു. അവരുടെ എല്ലാം മനസ്സിലെ വിചാരം ഇതായിരുന്നു: ഇനിയും എന്തെല്ലാം കഷ്ടങ്ങളാണ് ഇവൻ നേരിടുവാനായിട്ട് പോകുന്നത്. അതേ സമയത്ത് പ്രൊഡ്യൂസർമാരുടെ മനസ്സിലെ വിചാരം ഇതായിരുന്നു: ഇനിയും എത്രത്തോളം കഷ്ടപ്പാടുകൾ ഇവന് കൊടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആ ചെറിയ മുറിക്കുള്ളിൽ നഗ്നനായിട്ട് ജീവിക്കുന്ന യമാറ്റ്സുവിൻ്റെ മനസ്സിലെ വിചാരം മറ്റൊന്നായിരുന്നു: എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ ജയിക്കണം, ജീവിതത്തിൽ മുന്നേറണം. യമാറ്റ്സു പൂർണ്ണ നഗ്നനായിട്ടാണല്ലോ ആ മുറിയിൽ കഴിയുന്നത്. അത് അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ട് പ്രൊഡ്യൂസർമാർക്ക് കഴിയില്ല. കാരണം നിയമം അത് അനുവദിക്കുന്നില്ല. അത് പരിഹരിക്കുവാനായിട്ട് അവർ ഒരു കാര്യം ചെയ്തു. അയാളുടെ പ്രൈവറ്റ് പാർട്ട് ഒരു വഴുതനങ്ങയുടെ ആനിമേഷൻ വെച്ച് മറച്ചു. അതുപോലെ യമാറ്റ്സുവിൻ്റെ മുഖത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതല്പം നീളം കൂടിയതാണ്. ഏകദേശം ഒരു വഴുതനയുടെ രൂപം പോലെയൊക്കെ വരും. അതുകൊണ്ട് ഈ ഷോയുടെ പ്രൊഡ്യൂസർമാർ അയാൾക്കൊരു പേരിട്ടു: നസൂബി. അതോടെ അയാളുടെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും മാറുകയാണ്. യമാറ്റ്സുവിൻ്റെ യഥാർത്ഥ പേര് ജനങ്ങൾ മറന്നു. അവരയാളെ നസൂബി എന്ന് വിളിക്കുവാൻ തുടങ്ങി. അവർ എല്ലാ ദിവസവും ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി: നസൂബി ഇന്ന് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇന്ന് കൊടുത്ത ടാസ്കിൽ നസൂബി വിജയിച്ചിരിക്കുമോ? ഇതൊക്കെയായിരുന്നു അവരുടെ സംസാരം. പലപ്പോഴും യാതൊരു പ്രയോജനവുമില്ലാത്ത സമ്മാനങ്ങളായിരുന്നു ലോട്ടറി മൂലം അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം കിട്ടിയത് ഒരു സിനിമാ ടിക്കറ്റാണ്. മറ്റൊരു പ്രാവശ്യമാവട്ടെ ഒരു സൈക്കിളും. ഇത് വെച്ച് ആ മനുഷ്യൻ എന്ത് ചെയ്യുവാനാണ്? ഒരു സിനിമ കാണണമെങ്കിൽ പോലും, സൈക്കിൾ ഓടിക്കണമെങ്കിൽ പോലും ആ മുറി വിട്ട് അയാൾ പുറത്തേക്ക് വരണം. അതിന് അയാൾക്ക് അനുവാദവുമില്ല. എന്നാൽ ആ സൈക്കിൾ അയാൾക്ക് ചെറിയ തോതിൽ സഹായമായിരുന്നു. ആ സൈക്കിളും എടുത്ത് ആ ചെറിയ മുറിയിലൂടെ അയാൾ ഓടിക്കുവാൻ തുടങ്ങി. ശരീരത്തിന് ചെറിയൊരു വ്യായാമവും അതുമൂലം കിട്ടി. അപ്പോഴൊന്നും യമാറ്റ്സു അറിയുന്നുണ്ടായിരുന്നില്ല താൻ പൂർണ്ണ നഗ്നനായിട്ട് ഒരു സൈക്കിളും ചവിട്ടിക്കൊണ്ട് ആ ചെറിയ മുറിയിലൂടെ സഞ്ചരിക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അവർ തൻ്റെ ദാരുണമായിട്ടുള്ള ഈ അവസ്ഥയെ നോക്കി ആർത്ത് ചിരിക്കുകയാണെന്നും. ചിലപ്പോഴൊക്കെ, അതും വളരെ അപൂർവമായിട്ട് മാത്രം, അയാൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ലോട്ടറി മൂലം കിട്ടാറുണ്ട്. അത് കിട്ടുന്ന ആ നിമിഷം അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അതിനൊരു ഉദാഹരണം പറയാം. ഒരു പ്രാവശ്യം യമാറ്റ്സുവിന് ലോട്ടറി മൂലം സമ്മാനമായിട്ട് കിട്ടിയത് ഒരു ടൂത്ത് പേസ്റ്റും പിന്നെ ഒരു ബ്രഷുമാണ്. അത് കിട്ടിയതും ആ മനുഷ്യൻ പ്രകടിപ്പിച്ച സന്തോഷം കണ്ടാൽ നമുക്ക് സങ്കടം വരും. ഒരു ബ്രഷും പേസ്റ്റും കിട്ടുവാൻ വേണ്ടി അയാൾ എന്തുമാത്രം കൊതിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് അയാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അത് എത്രമാത്രം വലുതായിരുന്നു. നഖം വെട്ടുവാനുള്ള നഖം വെട്ടിയോ, താടിയും മീശയും മടിക്കുവാനുള്ള ഷേവിംഗ് സെറ്റോ ഡ്രിമ്മറോ ഒന്നും അയാൾക്ക് കിട്ടിയിരുന്നില്ല. പോകെ പോകെ അയാളുടെ നഖങ്ങൾ നീളുവാൻ തുടങ്ങി. താടിയും മുടിയും നീണ്ടു. ക്രമേണ ടൊമാവാക്കി യമാറ്റ്സു ഒരു ശിലായുഗ മനുഷ്യനെ പോലെ മാറുകയാണ്. ഒന്ന് സംസാരിക്കുവാനോ തൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും പങ്കുവയ്ക്കുവാനോ ആ മുറിയിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്തതുകൊണ്ട് അയാൾ മെല്ലെ വിഷാദത്തിലേക്ക് വീണു തുടങ്ങി. അത് അയാളുടെ മാനസിക നിലയെ ക്രമേണ ബാധിക്കുവാൻ തുടങ്ങി. ഇതു മനസ്സിലാക്കിയ പ്രൊഡ്യൂസർമാർ ഒരു കാര്യം ചെയ്തു. അയാളുടെ ഏകാന്തതയൊന്ന് പരിഹരിക്കുവാനായിട്ട് അയാൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഫ്ഡ് ടോയ് കൊടുക്കുകയാണ്. അതായത് ഒരു നായ്ക്കുട്ടിയുടെ പാവ. ആ പാവയെ കയ്യിലെടുത്ത് അതിനെ ഒരു മനുഷ്യനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് തൻ്റെ വേദനകളും സങ്കടങ്ങളും അതിനോട് അയാൾ സംസാരിക്കുവാൻ തുടങ്ങി. എന്നാൽ പോകെ പോകെ ഒരു ഘട്ടത്തിൽ ആ പാവ അയാളോട് തിരിച്ച് സംസാരിക്കുവാനും തുടങ്ങി. മനസ്സിലായില്ലല്ലേ? ആ പാവയും തന്നോട് തിരിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് അയാൾ വിചാരിക്കുവാൻ തുടങ്ങി. ആ പാവയും തന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ആ പാവയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഇയാൾ മറുപടി കൊടുക്കുവാനും തുടങ്ങി. ഇതേപോലെ ഒരു സംഭവം നമ്മൾ മലയാളം ബിഗ് ബോസ് 1ാം സീസണിൽ കണ്ടിട്ടുണ്ട്. ഒരു സീരിയൽ നടി, അവരുടെ പേര് ഞാൻ മറന്നുപോയി, അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക.
അവർ ക്യാമറയെ നോക്കി സ്വയം സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ക്യാമറ തന്നോട് തിരിച്ച് സംസാരിക്കുന്നതായിട്ട് അവർ സങ്കല്പിക്കുവാനും തുടങ്ങി. ഇത് മോഹൻലാൽ നേരിട്ട് വന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരെ വാൺ ചെയ്യുകയും പിന്നീട് കുറച്ച് കൗൺസിലിങ്ങോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെയാണ് അവരൊന്ന് നോർമലായത്. അത്രയും ആളുകളുള്ള ബിഗ് ബോസ് വീട്ടിൽ വെച്ചാണ് അവർക്കിത് സംഭവിച്ചത്. അപ്പോൾ ഒരു ചെറിയ മുറിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന യമാറ്റ്സുവിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? അയാൾ അങ്ങനെ സംസാരിച്ചില്ല എങ്കിലേ ആശ്ചര്യമുള്ളൂ. ആ സമയത്തും ആ മനുഷ്യൻ്റെ ദുരവസ്ഥ കണ്ട് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞ് കൈതട്ടി രസിക്കുകയായിരുന്നു ആ 1.5 കോടി ജനങ്ങൾ. ഈ ഷോ വലിയ സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞപ്പോൾ ചില ആരാധകർ ഒരു കാര്യം ചെയ്തു. ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ രൂപവും ഘടനയും വെച്ചിട്ട് അത് എവിടെയാണ് ഉള്ളതെന്ന് അവർ അന്വേഷിക്കുവാൻ തുടങ്ങി. അവരുടെ അന്വേഷണം വെറുതെ ആയില്ല. ചിലർ ആ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ചു. അതോടെ ടി വിക്കാരും പത്രക്കാരും ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്ത് നിന്ന് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുവാൻ തുടങ്ങി. ഇത് പ്രൊഡ്യൂസർമാർക്ക് വലിയ തലവേദനയായിട്ട് മാറുകയാണ്. യമാറ്റ്സു താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ജനങ്ങൾ അറിഞ്ഞുവെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ചിലർ എങ്ങനെയെങ്കിലും ഉള്ളിലെത്തി ഈ ഷോ ലൈവ് ടെലികാസ്റ്റ് ആണെന്ന് അയാളെ അറിയിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങളാകെ കുഴയും. യമാറ്റ്സു ഈ ഷോയിൽ നിന്നും പിന്മാറുവാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒരിക്കലും അനുവദിക്കുവാനായിട്ട് പാടില്ല. കാരണം TRP റേറ്റിംഗ് കുത്തനെ താഴും. അത്രയ്ക്ക് വിജയകരമായിട്ട് മുൻപോട്ട് പോകുന്ന ഷോയാണ്. അത് പാതി വഴിയിൽ വെച്ച് നിർത്തുവാനായിട്ട് അവർക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രൊഡ്യൂസർമാർ മറ്റൊരു കാര്യം ചെയ്തു. വീണ്ടും അയാളുടെ കണ്ണുകെട്ടി മറ്റാർക്കും അറിയാത്ത മറ്റൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. അയാൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തും യമാറ്റ്സു ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ജയിച്ചോ? ഈ ഷോയിൽ ഞാൻ ജയിച്ചോ? എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതിന് പ്രൊഡ്യൂസർമാർ കൊടുത്ത മറുപടി ഇതാണ്, ഇല്ല, നിങ്ങൾ ജയിച്ചിട്ടൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുകയാണ്. ആ അപ്പാർട്ട്മെൻറ്റിലെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അതും ഒരു ചെറിയ മുറിയാണ്. അവിടെയും ധാരാളം ബുക്കുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്. അയാൾ മുൻപ് നേടിയെടുത്ത സമ്മാനങ്ങളെല്ലാം ഒരു മൂലയിൽ വെച്ചിട്ടുമുണ്ട്. പൂർണ്ണ നഗ്നനായിട്ട് വീണ്ടും ആ മത്സരം പുനരാരംഭിക്കുകയാണ് യമാറ്റ്സു. അങ്ങനെ ഇരിക്കെ യമാറ്റ്സുവിന് ഒരു ടെലിവിഷൻ സമ്മാനമായിട്ട് കിട്ടുകയാണ്. പക്ഷെ അതിൽ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. ആ മുറിക്കുള്ളിൽ ഒരു കേബിളുണ്ട്. ആ കേബിൾ കണക്ഷൻ ഉപയോഗിച്ച് അയാൾ TV കാണുകയാണെങ്കിൽ തൻ്റെ ഷോ ലൈവായിട്ട് പോവുകയാണെന്ന് യമാറ്റ്സു തിരിച്ചറിയും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് ഷോയുടെ പ്രൊഡ്യൂസർമാർ ഒരു കാര്യം ചെയ്തു. കെട്ടിടത്തിൻ്റെ പുറത്തു നിന്നും കേബിൾ കണക്ഷൻ വിച്ഛേദിച്ചു. തനിക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ടെലിവിഷനും നോക്കി യമാറ്റ്സു നിസ്സംഗനായിട്ടിരുന്നു. അതിനുശേഷം അയാൾക്ക് സമ്മാനമായിട്ട് കിട്ടിയത് ഒരു വീഡിയോ ഗെയിമാണ്. പഴയ കാലത്തെ CD പോലെയുള്ള വീഡിയോ ഗെയിം. ആ വീഡിയോ ഗെയിം TVയുമായിട്ട് കണക്ട് ചെയ്ത് അതിൽ കളിച്ചാണ് അയാൾ സമയം ചെലവഴിച്ചത്. ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ അത് അയാൾക്ക് അല്പം ഒരു ആശ്വാസമായിരുന്നു. ടൊമാവാക്കി യമാറ്റ്സുവിൻ്റെ ഓരോ ദിവസത്തെയും ജീവിതം ഓരോ പോരാട്ടങ്ങളായിരുന്നു. എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ വിജയിക്കണമെന്ന വാശിയോടെ അയാൾ ജീവിതം മുൻപോട്ട് തള്ളി നീക്കുവാൻ തുടങ്ങി. നരകതുല്യമായിട്ടുള്ള ജീവിതം. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ വിജയിക്കണമെന്ന അയാളുടെ ആഗ്രഹത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു നിപ്പോൺ TVയും ആ ഷോയുടെ പ്രൊഡ്യൂസർമാരും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ആ ചൂഷണത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു ആ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച അത്രയും ജനങ്ങൾ. ബിഗ് ബോസ് പോലെ 106 ദിവസമോ 90 ദിവസമോ അല്ലെങ്കിൽ 96 100 ദിവസമോ ആയിരുന്നില്ല യമാറ്റ്സു നരകിച്ചത്. 355 ദിവസങ്ങളായിരുന്നു. അതെ, ആ ചെറിയ അടച്ചിട്ട മുറിക്കുള്ളിൽ 355 ദിവസങ്ങളാണ് അയാൾ തള്ളി നീക്കിയത്. അതും ഏകനായിട്ട്. ആ 355 ദിവസങ്ങളും യമാറ്റ്സുവിന് നരക തുല്യമായിരുന്നു. എന്നാൽ അതേ സമയത്ത് അയാൾ ഒരു കൊമേഡിയൻ ആയിരുന്നതുകൊണ്ട് തൻ്റെ ഉള്ളിലെ ഹാസ്യം കൊണ്ട് ഒരു പരിധിവരെ അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ആ മനുഷ്യന് കഴിഞ്ഞു. യമാറ്റ്സുവിൻ്റേതായിട്ട് ധാരാളം വിഷ്വൽസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ വിഷ്വൽസ് എല്ലാം ഒന്ന് കണ്ടാൽ മാത്രം മതി നമുക്കിതെല്ലാം മനസ്സിലാക്കുവാൻ. ഏകദേശം 355ാമത്തെ ദിവസം അടുക്കാറായപ്പോൾ യമാറ്റ്സുവിന് 4 ടയറുകൾ കിട്ടുകയാണ് സമ്മാനമായിട്ട്. ആ 4 ടയറിൻ്റെ മൊത്തം വാല്യൂ ഇതാണ്, 80,000 yen. അതോടെ യമാറ്റ്സു ഒരു കാര്യം തീരുമാനിക്കുകയാണ്. 80,000 yen മൂല്യമുള്ള ഒരു വസ്തു തനിക്ക് കിട്ടിയിരിക്കുന്നു. ഇനി ഈ നരക ജീവിതം ജീവിക്കേണ്ട ആവശ്യമില്ല. താൻ ഈ ഷോയിൽ നിന്നും പുറത്തു പോവുകയാണ്. അത് അയാൾ പ്രൊഡ്യൂസർമാരെ അറിയിച്ചു. യമാറ്റ്സുവിൻ്റെ ആ തീരുമാനം നിപ്പോൺ TVയെ സംബന്ധിച്ച് വലിയൊരടിയായിരുന്നു. അയാൾ ഈ ഷോയിൽ നിന്നും പുറത്തേക്ക് പോയാൽ എല്ലാം അതോടെ കഴിഞ്ഞു. TRP താഴേക്ക് പോകും. വളരെ വിജയകരമായിട്ടും ലാഭകരമായിട്ടും ഓടിക്കൊണ്ടിരിക്കുന്നൊരു ഷോയാണ് ആ നിമിഷം ഇല്ലാതാവുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അയാളെ അവിടെ പിടിച്ചു നിർത്തുവാനായിട്ട് അവർ തീരുമാനിച്ചു. പ്രൊഡ്യൂസർമാർ യമാറ്റ്സുവിനോട് ഒരു കാര്യം പറഞ്ഞു, അതിനെന്താണ്, താങ്കൾക്ക് ഈ ഷോയിൽ പങ്കെടുക്കുവാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, ധൈര്യമായിട്ട് പിന്മാറിക്കോളൂ, ഞങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞയക്കാം. എന്നിട്ട് മുൻപ് ചെയ്തതുപോലെ കണ്ണും കെട്ടിയിട്ട് അവർ അയാളെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ യമാറ്റ്സു വിചാരിച്ചതുപോലെ അവരയാളെ വീട്ടിലേക്കല്ല പറഞ്ഞയച്ചത്, നേരെ സൗത്ത് കൊറിയയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ആരുമില്ലാത്ത ആളൊഴിഞ്ഞൊരു പാർക്കിൽ അവരയാളെ ഇറക്കി വിട്ടു. ആളൊഴിഞ്ഞ ആരുമില്ലാത്ത ആ പാർക്കിൽ ഒറ്റയ്ക്ക് പല പല റൈഡറുകളിൽ കയറി
ഹമാറ്റ്സു കളിക്കുന്ന ആ കാഴ്ചകൾ നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒറ്റയ്ക്ക് കുറച്ചു നേരം ആ പാർക്കിൽ കളിച്ചിട്ട് പുറത്തു വന്ന ഹമാറ്റ്സുവിൻ്റെ കണ്ണ് മൂടിക്കെട്ടിയിട്ട് അവർ വീണ്ടും മറ്റൊരു മുറിയിൽ എത്തിച്ചു. എന്നിട്ട് അവർ അയാളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉള്ളത് സൗത്ത് കൊറിയയിലാണ്. ഇവിടെ നിന്നും ജപ്പാനിലേക്ക് പോകണമെങ്കിൽ വിമാനമാർഗമാണ് സാധിക്കൂ. അങ്ങനെ വിമാനമാർഗം പോകണമെങ്കിൽ അതിന് ധാരാളം പണം വേണം. ആ പണത്തിൻ്റെ ചെലവ് ഞങ്ങൾ വഹിക്കുവാനായിട്ട് തയ്യാറാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ ഈ ഗെയിം വീണ്ടും പുനരാരംഭിക്കണം. നിങ്ങൾക്കത് ചെയ്യുവാനായിട്ട് സമ്മതമല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചെലവിൽ തന്നെ ജപ്പാനിലേക്ക് മടങ്ങാം. എന്താണ് തീരുമാനം? ഈ പ്രാകൃതമായ റിയാലിറ്റി ഷോയിൽ ഹമാറ്റ്സു വിജയിച്ചതാണ്. അങ്ങനെ വിജയിച്ച ആ മനുഷ്യനെ സന്തോഷകരമായിട്ട് പറഞ്ഞയക്കേണ്ടതിന് പകരം അയാളെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യുവാനാണ് ഈ ടി വിക്കാർ ശ്രമിച്ചത്. ഹമാറ്റ്സുവിൻ്റെ കയ്യിൽ എവിടെയാണ് പണം? മറ്റു വഴിയൊന്നുമില്ലാതെ അയാൾ വീണ്ടും ഈ ഷോയിൽ പങ്കെടുക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഷോ വിജയകരമായിട്ട് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് നിപ്പോൺ ടി വിയെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാരണം 365 ദിവസങ്ങളോളം ഈ ഗെയിമിൽ പങ്കെടുത്തയാളാണ് ഹമാറ്റ്സു. ഇത്രയും കാലമായപ്പോഴേക്കും ഈ ഗെയിമിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് എന്നും അയാൾ മനസ്സിലാക്കിയിരുന്നു. ആ അറിവ് ഉപയോഗിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ജപ്പാനിലേക്ക് പോകേണ്ട പണം സമ്പാദിക്കുവാനായിട്ട് ഹമാറ്റ്സുവിന് കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാറ്റ്സു ടാസ്ക് പൂർത്തിയാക്കിയത് കണ്ടപ്പോൾ നിപ്പോൺ ടി വി ഞെട്ടിപ്പോയി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അതുകൊണ്ട് അവർ പുതിയൊരു നിബന്ധന മുൻപോട്ട് വെച്ചു. ഇപ്പോൾ നിങ്ങൾ നേടിയിട്ടുള്ളത് ഒരു സാധാരണ എയർപ്ലെയിൻ ടിക്കറ്റാണ്. പക്ഷേ നിങ്ങൾ വീണ്ടും കുറച്ചുകൂടി കളിക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഹമാറ്റ്സു ഗത്യന്തരമില്ലാതെ അതും സമ്മതിച്ചു. എന്നാൽ ഇവിടെയും സംഭവിച്ചത് മറിച്ചായിരുന്നില്ല. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അയാൾ അതിനു വേണ്ട പണവും സമ്പാദിച്ചു. നിപ്പോൺ ടി വി വിട്ടില്ല. അവർ വീണ്ടും ടാസ്ക് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ എത്രയെത്ര കഠിനമായ ടാസ്ക് കൊടുത്താലും അതൊക്കെ നിസ്സാരമായിട്ട് ഹമാറ്റ്സു വിജയിച്ചു കാണിച്ചു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഹമാറ്റ്സു ഈ ഷോയിൽ വിജയിച്ചതായിട്ട് അവർക്ക് തന്നെ അംഗീകരിക്കേണ്ടി വന്നു. അവർ നേരെ ഹമാറ്റ്സുവിൻ്റെ അടുക്കിലേക്ക് വന്ന്, ശരി, ഞങ്ങൾ നിങ്ങളെ ജപ്പാനിൽ തന്നെ മടക്കി എത്തിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും കണ്ണ് മൂടി കെട്ടിച്ചു കൊണ്ടുപോയി. എന്നാൽ ഹമാറ്റ്സു കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. താൻ മുൻപ് കിടന്നതുപോലെ ഒരു ചെറിയ മുറിക്കുള്ളിലാണ് താൻ ഇപ്പോൾ ഇരിക്കുന്നത്. അയാൾ ആകെ നിരാശനായി. നിപ്പോൺ ടി വി വീണ്ടും ഒരു ടാസ്ക് തരികയാണ്. ഈ ടാസ്കിൽ വിജയിച്ചാൽ മാത്രമാണ് തനിക്ക് ഇനിയും പുറത്തേക്ക് പോകുവാനായിട്ട് കഴിയൂ. തൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് ദുഃഖത്തോടെ ആരും ഒന്നും പറയാതെ തന്നെ അയാൾ തൻ്റെ വസ്ത്രങ്ങൾ സ്വയം അഴിക്കുവാൻ തുടങ്ങി. കാരണം അപ്പോഴേക്കും ഈ ഷോയുമായിട്ട് പരിപൂർണമായിട്ടും പൊരുത്തപ്പെട്ടു പോയിരുന്നു ഹമാറ്റ്സു. അങ്ങനെ പരിപൂർണ നഗ്നനായിട്ട് അയാൾ ആ ചെറിയ മുറിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ മറ്റൊരു സംഭവം ഉണ്ടായത്. ആ മുറിയുടെ 4 ചുവരുകളും 4 വശത്തേക്കും മറിഞ്ഞു വീണു. അയാൾ ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു സ്റ്റുഡിയോയുടെ ഉള്ളിലാണ്. കാഴ്ചക്കാരായിട്ട് ആയിരക്കണക്കിന് കാണികളും. അവരെല്ലാവരും അയാളെ നോക്കി കയ്യും കൊട്ടി നസുബി നസുബി എന്ന് ആർത്തു വിളിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ പരിപൂർണ നഗ്നനായിട്ടാണ് ഹമാറ്റ്സു ഇപ്പോൾ നിൽക്കുന്നത്. പരിപൂർണ നഗ്നനായിട്ടിരിക്കുന്ന തന്നെ നോക്കിയിരിക്കുന്ന നിരവധി ക്യാമറകൾ അയാൾ കണ്ടു. അയാൾ സംഭ്രമത്തോടെ തന്നെ നോക്കി ആർത്തു വിളിക്കുന്ന ജനങ്ങളെ നോക്കി. അപ്പോഴാണ് ഹമാറ്റ്സുവിന് ഒരു കാര്യം മനസ്സിലായത്. ഇതൊരു ലൈവ് ഷോ ആയിരുന്നു. ഇത്രയും കാലം ആ മുറിക്കുള്ളിൽ താൻ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല. ആദ്യമൊന്നും അയാൾക്ക് മനസ്സിലായില്ല. എങ്കിലും വൈകാതെ അയാൾക്ക് മനസ്സിലായി താൻ ഈ ഷോയിൽ വിജയിച്ചിരിക്കുന്നു. പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അയാൾ മുൻപോട്ട് ജീവിതം നയിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈ ഷോയ്ക്ക് ശേഷം താൻ പ്രതീക്ഷിച്ച ജീവിതം അയാൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് വേണം പറയുവാനായിട്ട്. വലിയൊരു ജനസമൂഹത്തിൻ്റെ മുൻപിൽ വെച്ച് നാണം കെടുകയല്ലാതെ അയാൾക്ക് സിനിമയിൽ കാര്യമായിട്ടുള്ള യാതൊരു അവസരവും കിട്ടിയില്ല. അവസാനം അയാൾ തൻ്റെ ജന്മനാടായ ഫുക്കുഷിമയിലേക്ക് മടങ്ങി അവിടെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് ജീവിതം ആരംഭിച്ചു. പിൽക്കാലത്ത് പല ഇൻ്റർവ്യൂസിലും ഹമാറ്റ്സു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ ഷോയിൽ പങ്കെടുത്തതിന് ശേഷം തനിക്ക് മാനസികപരമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറെ കാലത്തേക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുവാൻ പോലും കഴിയില്ലായിരുന്നു. 365 ദിവസത്തോളം ആരോടും സഹവാസമില്ലാതെ ഏകനായിട്ട് ജീവിച്ചതുകൊണ്ട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും താൻ മറന്നുപോയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങുന്ന പലരും പറയുന്നത് അതൊരു വേറെയൊരു ലോകമാണെന്ന്. അവരുടെ ആ അഭിപ്രായത്തെ വലിയ സംഭവമായിട്ടില്ല നമ്മൾ എടുക്കേണ്ടത്. അവർ അനുഭവിക്കുന്ന ട്രോമയുടെ ഫലമാണത്. ഇന്ന് ടൊമാവാക്കി ഹമാറ്റ്സുവിൻ്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ മൂലം വളരെയേറെ നാശനഷ്ടം സംഭവിച്ച തൻ്റെ സ്വന്തം ജന്മനാടായ ഫുക്കുഷിമ ദ്വീപിൻ്റെ പുനരുത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയാൾ പ്രവർത്തിക്കുകയാണ്. ഒരു മനുഷ്യനെ മാനസിക വിഭ്രാന്തിയുടെ വക്കിലെത്തിച്ച ഈ ഷോ അതുകൊണ്ടും അവസാനിച്ചില്ല. അതിനുശേഷം വീണ്ടും ഒരു 4 സീസൺ കൂടി ഉണ്ടായി. ഈ 4 സീസണും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. എങ്കിലും കഴിഞ്ഞ 2009 എന്നേക്കുമായിട്ട് ആ ഷോ നിർത്തലാക്കി. ലോകത്ത് ഇതിനേക്കാളും ടോർച്ചറിങ് കൊടുക്കുന്ന ഷോകൾ വേറെയുമുണ്ട്. അതിൽ ചിലതിനെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്തരമൊരു ഷോയെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാം. ടൊമാവാക്കി ഹമാറ്റ്സുവിനെ മനോവിഭ്രാന്തിയുടെ വക്കിലെത്തിച്ച ആ ഷോ ഉണ്ടല്ലോ, ഏകദേശം അതേപോലെയുള്ള ഒരു ഷോയാണ് ഈ ബിഗ് ബോസും. അതിൽ പങ്കെടുക്കുന്ന ആളുകളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും
ടാസ്ക് വഴി ഈ ഷോയും പീഡിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസ് എന്ന ഷോ നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ വഴി അതിൽ പങ്കെടുക്കുന്ന ചില ആൾക്കാരെ കുറിച്ച് വളരെ മോശമായിട്ട് ചിലർ കമന്റ് ഇടുന്നു. വേറെ ചിലരെ ആകട്ടെ കോർണർ ചെയ്ത് വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നു. മറ്റു ചിലർ ഒരു പടി കൂടി കടന്ന് അവരുടെ വീട്ടുകാരെ പോലും വെറുതെ വിടുന്നില്ല. ദിൽഷ പ്രസന്നന്റെ കാര്യത്തിലും ആര്യയുടെ കാര്യത്തിലുമൊക്കെ നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കമന്റ് ഇടുന്ന ആൾക്കാരോടും ഒരാളെ കോർണർ ചെയ്ത് ആക്രമിക്കുന്നവരോടും ഒരു ചോദ്യമുണ്ട്. അന്ന് ഹമാത്സുവിനെ ചിത്രവധം ചെയ്യുന്നത് കണ്ട് കൈകൊട്ടി രസിച്ച ആ 1.5 കോടി ജപ്പാൻകാരുമായിട്ട് നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? ഒരു വ്യത്യാസവുമില്ല. ഇതുപോലെയുള്ള ഷോകൾ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അവിടെ തെറ്റി. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ക്രൂരനായിട്ടുള്ള ആ സാഡിസ്റ്റില്ലേ, ആ സാഡിസ്റ്റിനെയാണ് തൃപ്തിപ്പെടുത്തുന്നത്. അതായത് ഒരു നോർമൽ സൈക്കോയെ എക്സ്ട്രീം ലെവൽ സൈക്കോ ആക്കുന്ന പ്രോഗ്രാമാണിതെല്ലാം. നമ്മുടെ ഉള്ളിലെ ക്രൂരതയെ ഉണർത്തുക, അങ്ങനെ വൈകാരികമായിട്ട് നമ്മളെ കീഴടക്കുക, ഈ ഷോയ്ക്ക് അഡിക്റ്റ് ആക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നേരെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ഞാനും ബിഗ് ബോസ് ഷോയുടെ വലിയ ആരാധകനാണെന്ന്. എന്നിട്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാനിത് വെറും എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ മാത്രമാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വൈകാരികമായിട്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് ശ്രമിക്കാറില്ല. അങ്ങനെ ആഴ്ന്നിറങ്ങുകയാണെങ്കിൽ അത് വലിയൊരു അപകടമാണെന്നും എനിക്കറിയാം. നിങ്ങളുടെ അടുത്ത ചോദ്യം ഇതായിരിക്കും: ഇത്രയൊക്കെ റിയാലിറ്റി ഷോയെ കുറ്റം പറഞ്ഞ നിങ്ങളെ ബിഗ് ബോസിലേക്ക് ഒരു ദിവസം വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുമോ ഇല്ലയോ? അതിൻ്റെ ഉത്തരം നിശ്ചയമായിട്ടും പോകുമെന്നാണ്. കാരണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഫേമസ് ആകണം, ഒരു ഫെയിം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. 10 പേർ അറിയപ്പെടുന്ന ഒരാൾ തന്നെ 100 പേർ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് മനുഷ്യ സഹജമാണ്. അതിൽ നിന്ന് നോയൽ ഇടിക്കുകയും മുക്തനല്ല. എന്നാൽ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മുടെ കെന്നത്ത് ആൻഡേഴ്സിൻ്റെ ഒരു കഥയുണ്ട്, ഓൾഡ് മുനിസ്വാമി ആൻഡ് പാന്തർ ഓഫ് മഗഡേ. അതിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്: ജീവിക്കുക, ജീവിക്കുവാനായിട്ട് അനുവദിക്കുക. അതുതന്നെയാണ് ഈ വിഷയത്തിലും എനിക്ക് പറയുവാനുള്ളത്. കാര്യങ്ങളെ മനസ്സിലാക്കുക, എന്നാൽ അതിൻ്റെ അടിമയാവാതിരിക്കുക. ഇനി വരുവാനായിട്ട് പോകുന്ന സീസൺ കാണുന്ന ആരെങ്കിലും ഈ ചാനലിൽ ഉണ്ടെങ്കിൽ അവർ ഒരു കാര്യം ഓർക്കുക: ആരെയും ഡീഗ്രേഡ് ചെയ്യാൻ പോകാതിരിക്കുക. കാരണം അവരാരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മളാരും ജീവിതത്തിൽ അവരെ ഒരിക്കലും കാണുവാൻ പോലും പോകുന്നില്ല.